ഇയ്യോബ് അദ്ധ്യായം 16. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞു, ഞാൻ ഇതുപോലെ വളരെ കേട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അനീതിയുള്ള ആശ്വാസദായകന്മാർ. വാക്കുകൾ കൊണ്ട് എന്നെ ദുഃഖിപ്പിക്കരുത്. നിങ്ങൾ എന്നോട് പറഞ്ഞാലും ഞാൻ ഉത്തരം പറയുകയില്ല. നിങ്ങളെപ്പോലെ ഞാനും സംസാരിക്കാം. എനിക്കുള്ള അനുഭവം നിങ്ങൾക്കാണുണ്ടായിരുന്നതെങ്കിൽ ഞാനും നിങ്ങളുടെ നേരെ വാക്കുകൾ പറയുകയും നിങ്ങളെക്കുറിച്ച് തല കുലുക്കുകയും ചെയ്യാമായിരുന്നു. നിങ്ങൾ വാക്കുകൾ ഞാൻ പരിശോധിക്കുകയും അധരം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ സംസാരിച്ചാലും എൻ്റെ വേദന മാറുന്നില്ല. ഞാൻ അടങ്ങിയിരുന്നാലും ആർ എന്നെ ആശ്വസിപ്പിക്കും? ഇപ്പോൾ അവൻ എന്നെ തളർത്തിയിരിക്കുന്നു. എൻ്റെ എല്ലാ സാക്ഷ്യത്തെയും നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അവൻ എന്നെ പിടിച്ചിരിക്കുന്നു. അത് എൻ്റെ നേരെ സാക്ഷ്യമായിരിക്കുന്നു. എൻ്റെ വാക്കുകൾ എനിക്ക് വിരോധമായി എഴുന്നേറ്റു. എന്നിൽ വ്യാജം ചുമത്തിയിരിക്കുന്നു. അവൻ്റെ കോപം എന്നെ തകർത്തിരിക്കുന്നു. അവൻ എൻ്റെ നേരെ പല്ലുകടിക്കുന്നു. ശത്രുക്കൾ എൻ്റെ നേരെ നിന്ദാപൂർവം കണ്ണുയർത്തുന്നു. അവർ എൻ്റെ നേരെ വായ് തുറക്കുന്നു. നിന്ദയോടെ അവർ എൻ്റെ ചെകിട്ടത്തടിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കോപിക്കുന്നു. ദൈവം എന്നെ അനീതിയുടെ ദൂതനെ ഏൽപ്പിച്ചു. ദുഷ്ടന്മാരുടെ കയ്യിൽ എന്നെ വിട്ടുകൊടുത്തു. ഞാൻ സ്വസ്ഥനായി വസിച്ചിരുന്നു. അവനോ എന്നെ പീഡിപ്പിച്ചു. അവൻ എന്നെ കഴുത്തിനു പിടിച്ചു, തകർത്തു കളഞ്ഞു. എന്നെ അവന് അടയാളമാക്കി നിർത്തിയിരിക്കുന്നു. അവൻ്റെ അസ്ത്രങ്ങൾ എൻ്റെ ചുറ്റും വർദ്ധിപ്പിച്ചു. അവൻ ദയവില്ലാതെ എൻ്റെ അന്തർഭാഗങ്ങളെ പിളർക്കുന്നു. എൻ്റെ പിത്ത നീർനിലത്ത് ഒഴിച്ചു കളയുന്നു. അവൻ എന്നെ വീണ്ടും വീണ്ടും ഇടിച്ചു തകർക്കുന്നു. ശക്തനെ പോലെ എൻ്റെ നേരെ പാഞ്ഞു വന്നു. ഞാൻ ചാക്കുവസ്ത്രം എൻ്റെ ശരീരത്തിന്മേൽ പുതച്ചു. എൻ്റെ ശിരസ് പൊടി കൊണ്ട് നിറഞ്ഞു. വിലാപം കൊണ്ട് എൻ്റെ ദുഃഖം ക്ഷീണിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണുകളിൽ മരണനിഴൽ കണ്ടു. എങ്കിലും അക്രമം എൻ്റെ കൈകളിലില്ല. എൻ്റെ പ്രാർത്ഥന നിർമ്മലമത്രേ. ഭൂമിയെ എൻ്റെ രക്തം മറക്കരുതേ. എൻ്റെ നിലവിളി ഒരിടത്തും തടഞ്ഞു പോകരുതേ. ഇപ്പോഴും എൻ്റെ സാക്ഷികൾ സ്വർഗത്തിലും എൻ്റെ പരിചിതരായ സഹോദരരും സ്നേഹിതരും ഉയരത്തിലും ഇരിക്കുന്നു. എൻ്റെ കണ്ണുകൾ ദൈവത്തിങ്കൽ കണ്ണുനീരൊഴുക്കുന്നു. ഒരുവൻ തൻ്റെ സ്നേഹിതനെ എന്ന പോലെ ദൈവത്തെ ശാസിക്കുമോ? വർഷങ്ങളുടെ തികവ് വരുന്നു. മടങ്ങി വരാത്ത വഴിയിലൂടെ പോകേണ്ടി വരും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു.